ഏതൊരു വിഷയത്തിനും സജഷൻ ആവശ്യമാണ് അല്ലേ? നമ്മളൊരു ഫ്ലാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മളൊരു വെഹിക്കിൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും, നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവ്യൂ നോക്കാറില്ലേ? സോ അവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? സജഷനാണ് അല്ലേ? അത് അങ്ങനെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ അപ്പം ഇത് ഏറ്റവും അധികം ആളുകൾ ഇൻവോൾവ് ചെയ്യുന്ന ഏരിയ ആണ് വെഹിക്കിൾ ആൻഡ് മൊബൈൽ ഫോൺ ഗാഡ്ജറ്റ്സ് അല്ലേ? ഈ പറയുന്ന ഏരിയയിൽ എന്താവും? നല്ലോണം റിസർച്ച് ചെയ്യും, നല്ലോണം റിവ്യൂ നോക്കും, എന്നിട്ട് എൻഡ് ഓഫ് ദ ഡേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യും. ഇതേ സജഷൻ നമ്മളൊരു കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ വേണ്ടേ? ഓക്കെ, അവിടെ ഒരു മെൻറ്ററിൻ്റെ സഹായം വേണ്ടേ? ഈ സജഷൻ ഇല്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അൻസ് എന്താ മനസ്സിലാക്കുന്നുള്ളത്? ഈ സജഷൻ ഇല്ലാതെ ഒരാൾ പോകുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സജഷൻ്റെ ആവശ്യമില്ല ആളുകൾക്ക്? സജസ്റ്റൻ്റെ മെല്ലനെ പറഞ്ഞാൽ മതി. അത് സജഷൻ്റെ ആവശ്യം എന്തായാലും ആളുകൾക്ക് ഉണ്ടായിരിക്കാം നല്ല 100% ഉണ്ട്. ഒബ്വിയസ്ലി ഇപ്പോൾ കമ്പനിനെ കുറിച്ചിട്ട് പറയുകയാണെന്ന് കൂട്ടിക്കോ, പക്ഷേ സജഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എൻഡ് ഓഫ് ദ ഡേ ആളുകൾക്ക് ആവശ്യമാണ്. സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ, അതിന് ഏത് ടേമോ ഏത് കീവേഡോ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ റേറ്റ് ആണോ, അവർക്ക് അതിനുള്ള നോളജ് ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിന്റ്. എക്സാക്ട്ലി, അത് റോങ് ആണോ റൈറ്റ് ആണോ എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ്? ഫ്രണ്ട് സർക്കിളിനോട് ചോദിക്കുക, പ്രീവിയസ്ലി പഠിപ്പിച്ച മാഷന്മാരോ, അതായത് എന്തെന്ന് പോലും അപ്ഡേറ്റ് ആവാത്ത എന്നെ അടക്കം പഠിപ്പിച്ചിട്ടുള്ള പിന്നെ പല ടീച്ചേഴ്സും ഉണ്ട്. ഒരു അപ്ഡേഷനും ഇല്ല. ഞാനൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയത് സെമിനാറിലായിരിക്കും. ആ സമയത്ത് വെബിനാറിലല്ലോ, സെമിനാറല്ലേ ഇൻവോൾവ് ആയത്. പക്ഷേ സെമിനാറിനല്ല എൻ്റർടൈൻ ചെയ്യുന്നുള്ളത്. എൻ്റർടൈൻ ചെയ്യുന്നുള്ളത് എന്താണ്? നോർമൽ തിങ്സ്, സ്റ്റഡീസും ഈ എക്സാമിനേഷൻ ഓറിയൻറ്റഡ് സർട്ടിഫിക്കറ്റ് ഇട്ടാണ്ടിട്ടുള്ള എക്സാമിനേഷൻസിനാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അവരോടാണ് ആര് സജഷൻ ചോദിക്കുന്നത്? ഈ പറയുന്ന ആളുകൾ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ, കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ചോദിക്കുന്നുള്ളത്. ചില പ്രൊഡക്ട്സിനും ചില സർവീസിനനുസരിച്ചിട്ടിരിക്കും. ചിലതിന് ചിലപ്പോൾ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും, നമുക്ക് തന്നെ ചിലപ്പം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ഏരിയാസിലുള്ള ഒരു ഐറ്റംസ്, ഒരു പ്രൊഡക്റ്റ് ഓക്കെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ടെക്നിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഓക്കെ. പക്ഷെ പ്രൂവൺ ആവാത്ത ഒരുപാട് റിസർച്ച് ചെയ്യേണ്ട ഏരിയയിൽ, നമുക്ക് ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യാൻ ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഏരിയാസിൽ സജഷൻ ഈസ് റിക്വയർഡ്. ആ സജഷൻ ആരോട് ചോദിക്കണം? പ്രോപ്പർലി ഈ പറയുന്ന ആളുകളോട്, മെൻറ്റേഴ്സിനോട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നോളജ് ഉള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ കിട്ടും അല്ലേ? ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൺസൾട്ടേഷനിലേക്ക് പോകും. എങ്ങനെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ പിക്ക് ചെയ്യാം, എങ്ങനെയൊക്കെ പിച്ച് ചെയ്യാം എന്ന് ചോദിച്ചിട്ട്. അപ്പം ഇവർ തരുന്നതാക്കാൻ, അപ്പം ഇതിന് ഇവരെടുത്ത് എന്തിനാണ് പോകുന്നത്? കൃത്യമായിട്ടുള്ള നോളജും കൃത്യമായിട്ടുള്ള ഐഡിയയും ഡെലിവറി ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് അവരെടുത്ത് പോകുന്നത്. അതേ സമയത്ത് പിന്നെ അടുത്തുള്ള ചങ്ങായിമാരോടോ അല്ലെങ്കിൽ പിന്നെ ഒരു കൊളീഗിനോടോ ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ചിലപ്പോൾ ഉത്തരം കിട്ടും, പക്ഷെ അത് ഡീമോട്ടിവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു റോങ് പാതയിലേക്ക് അത് സഞ്ചരിക്കാനുള്ള ഒരു ഉപാധി അതിനെ കൊണ്ട് ഉണ്ടാവണമെന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം എസ്പെഷ്യലി റെഗുലർ ആവട്ടെ, ഓൺലൈൻ ആവട്ടെ, ഡിസ്റ്റൻസ് ആവട്ടെ, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ആവട്ടെ, വാട്ട് എവർ ദ പ്രോഗ്രാംസ് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ സഹായം നിർബന്ധമാണ്. അവിടെ കൃത്യമായിട്ടുള്ള ഒരു സജഷൻ നിർബന്ധമാണ്. ആ സജഷൻ പ്രോപ്പർലി റിസർച്ച് ചെയ്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ. എങ്കിൽ മാത്രമേ ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ, എൻഡ് ഓഫ് ദ ഡേ സക്സസ് ആവാനും പറ്റത്തുള്ളൂ. ഇപ്പം എന്തിനാണ് നിലവിൽ നിങ്ങൾ എന്തിനാണ് സജഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വെബ്സൈറ്റിലൊക്കെ? നമ്മളുടെ കാര്യമാണ് വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, എന്തിനാണ് ഫ്രീ ആയിട്ട്? ഓക്കെ, നമ്മളുടെ കമ്പനിയുടെ സജഷൻ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളത് ലേറ്റർ മേ ബി വിൽ ഗോയിങ് ടു ചാർജ്. ചെറിയ എമൗണ്ട് ആയിരിക്കും. ഇന്ന് സജഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ സജഷൻ പ്ലാറ്റ്ഫോം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള കമ്പനി ആവണം, ഇന്ത്യയിൽ ട്രസ്റ്റിംഗ് കമ്പനി ആവണം. അതായത് റോങ് ആയിട്ട് ഒരാൾ പോലും ഒരു യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യരുത്, ഒരു കോഴ്സ് ജോയിൻ ചെയ്യരുത്. ഇതാണ് നമ്മളുടെ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ വിഷൻ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മളുടെ വിഷൻ. ഒരാളും ഒരു അബദ്ധത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്ത് അവരുടെ സക്സസ് റേഷ്യോ മനസ്സിലാക്കി ബെനിഫിറ്റ് അഷ്യൂർ ചെയ്ത് വേണം അവർ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ ആ കോഴ്സ് വേണ്ടേ, ജോയിൻ ചെയ്യേണ്ട, അതാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് വി ആർ ആക്ച്വലി പ്രൊവൈഡിങ് സജഷൻ ഫോർ ദ പീപ്പിൾ. അവർ പ്ലാറ്റ്ഫോം ഈസ് സജഷൻ പ്ലാറ്റ്ഫോം. സോ ഇൻ ദാറ്റ് സജഷൻ പ്ലാറ്റ്ഫോം നമ്മുടെ മെൻറ്റേഴ്സ് സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രോപ്പർലി 15 years ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇൻക്ലൂഡിങ് മീ, അതർ പീപ്പിൾ ആർ ഗിവിങ് ദ പ്രോപ്പർ മെൻറ്റർഷിപ്പ് to do how to select the university, how to do the higher studies, and how to select the company, how to do the jobs, എങ്ങനെ ഡൊമൈൻ സെലക്ട് ചെയ്യണം, എങ്ങനെ ഈ ഡൊമൈൻ ഗോൾസിലേക്ക് അലൈൻ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഡിസ്കസ് ചെയ്യും. ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സജഷൻ കൊടുക്കുക. അപ്പോൾ സജഷൻ ഈസ് റിയലി റിക്വയർഡ് ഫോർ ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യൻ കൾച്ചർ പോകാതെ അത് നിർബന്ധമാണ്. അതല്ലാതെ ബ്ലാങ്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ അബദ്ധത്തിൽ അവരെത്തും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടുള്ളത്.
ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടും കൂടി ചോദിക്കുന്നത്. ഇപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത്, പക്ഷെ അവിടുന്ന് വേറെ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ കിട്ടുന്നു, പക്ഷെ അവർക്ക് കൂടുതലും വിശ്വാസത വരുന്നത് മനസ്സിലാകുന്നില്ല. അതായത് ഒരു യൂണിവേഴ്സിറ്റി, ഇപ്പോൾ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു XYZ എന്ന് പറഞ്ഞ ഒരാൾ ഒരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അവർക്ക് കൂടുതൽ വിശ്വാസത വരുന്നത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കൗൺസിലേഴ്സിന്റെ. അല്ല അത് തന്നെയാണല്ലോ നമ്മൾ ഇവിടെയും. നമ്മളവിടെ ബിറ്റ്വീൻ ദാറ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിന് പകരം നമ്മളിവിടെ പ്ലേ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്നു, അവരുടെ റിക്വയർമെന്റ് പ്രകാരം ചോദ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഉത്തരങ്ങൾ കൃത്യമായിട്ട് വാങ്ങാൻ പറയുന്നു, എന്നിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ജോയിൻ ചെയ്തു എന്ന് പറയുന്നു, എന്നിട്ട് അവരോട് അത് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയുന്നു, എന്നിട്ട് അവരോട് യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാനാണ് പറയുന്നുള്ളത്. അല്ലാതെ നമ്മൾ വന്ന് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് പകരമുള്ള സെയിൽസ് പീപ്പിൾ സംസാരിക്കുക, കോൾ ചെയ്യുക, ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഹിയർ മെന്റേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് മെന്റേഴ്സ്. The assistant mentors will going to take the call, get the call from the ബിഗിനിങ് സ്റ്റേജ്. അതായത് കാൻഡിഡേറ്റ്സിന് കോൾ ചെയ്യും, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടെ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്ത് കൊടുക്കും, അത് വെച്ചിട്ട് അവർ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ വി ആർ ടെല്ലിങ് യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആണോ നോക്കിക്കോളൂ. അതല്ല 15 ഇയേഴ്സിനേക്കാളും നമ്മൾ പറയുന്നതിനേക്കാളും ബുദ്ധിയും ഇൻ്റലിജൻസും നിങ്ങൾക്കുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ഇറ്റ്. അതില്ലാത്തത് കൊണ്ടാണല്ലോ ഈ പ്ലാറ്റ്ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിലൊരു ചെറിയ പെർസെൻറ്റേജ് ആളുകൾക്ക് സെൽഫായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം അത്രത്തോളം റിസർച്ച് ഓറിയൻറ്റഡ് ആണ്, അത്രത്തോളം നോളജ് ഓറിയൻറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, നോളജബിൾ പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാം. പക്ഷേ 90% പീപ്പിൾസ് ആർ ബ്ലാങ്ക് ഈ വിഷയത്തിൽ. ആഡ് കണ്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, കൗൺസിലേഴ്സിൻ്റെ ഓവർ പ്രോമിസിങ് കണ്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, ഡൊമൈൻ മനസ്സിലാക്കാതെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, ബഡ്ജറ്റ് മനസ്സിലാക്കാതെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാതെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, ഇങ്ങനെ 1000+ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ സജഷൻ പ്ലാറ്റ്ഫോമിലൂടെ വരാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളുടെ ഇഞ്ചൻ അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. വി ആർ ആസ്കിങ് ഇൻ ദ ഓൾ ഡീറ്റെയിൽസ് ഫ്രം ദ ഇഞ്ചൻ. So based on that we are starting that. Then remain things we'll discuss with assistant mentor. Then finalize with our direct mentor. Like that. അപ്പം മാർക്കറ്റിൽ ഭയങ്കര അഗ്രസീവായിട്ട് മാർക്കറ്റിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. മേ ബി പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ചെറിയ ഫീസിലുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസോ അല്ലാത്ത യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. മേ ബി എക്സ്പോഷറും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡിഫറൻഷ്യേഷൻ ഉണ്ടാവും. പക്ഷെ ഒരാൾക്ക് ബഡ്ജറ്റ് കുറവാണ്, അവർക്ക് കുറച്ചും കൂടെ ഹൈ എക്സ്പോഷർ വേണം. മേ ബി എല്ലാ സ്പെഷ്യലൈസേഷനും ബഡ്ജറ്റ് കുറവുള്ള യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടാവില്ല. അവരെന്താ ചെയ്യുക? പൈസ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. അതാണ് ഉത്തരം. ഫണ്ടിന് ഫണ്ട് തന്നെ വേണം, ഹൈ എക്സ്പോഷറും വേണം. പക്ഷേ ചെറിയ യൂണിവേഴ്സിറ്റീൻ്റെ പൈസ ഫണ്ട് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എങ്കിൽ ഇനീഷ്യലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നോർമൽ യൂണിവേഴ്സിറ്റി എടുക്കുക. ഫണ്ട് വന്നതിന് ശേഷം ആ ഒരു സ്പെഷ്യലൈസേഷൻ, ഒരു ഡൊമൈൻ ഫോക്കസ് ചെയ്യുമല്ലോ, ആ ഡൊമൈൻ ഏറ്റവും നല്ല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതർ കോഴ്സായിട്ട് പരിഗണിക്കുക, ചെയ്യുക. എന്നിട്ട് ഇത് അലൈൻ ചെയ്തിട്ട് മുമ്പോട്ട് പോകുക. ഫണ്ട് ഇല്ലാത്ത കേസസിൽ പോകാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ അതാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഓൺലൈന് പൊതുവെ എമൗണ്ട് കുറവല്ലേ മൊത്തത്തിലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ? അതാണ് പറഞ്ഞത്, 50 അല്ലെങ്കിൽ 40 to 2.5 lakh വരെ ഉണ്ട്. ക്ലിയർ ആയോ? റെഗുലറായി പഠിക്കുമ്പോൾ ഏകദേശം 3x 2x ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഉണ്ടാവും. റെഗുലർ എന്ന് പറയുന്നത് നമ്മൾ വേറെ ടോപ്പിക്കാണ്, അടുത്ത ടോപ്പിക്കിൽ പറയാം. റെഗുലർ പഠിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണം നമ്മൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അതർ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നുള്ളത്. റെഗുലർ ഈസ് ഡിഫറെൻറ്റ് ടോപ്പിക്, ഓൺലൈൻ ഈസ് ഡിഫറെൻറ്റ് ടോപ്പിക്. ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം.